ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിൽ നിന്നുള്ള 4ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ SCERT സയൻസ് 7ാം ക്ലാസ്സിലെ ന്യൂ സിലബസ് പ്രകാരമുള്ള ആദ്യ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 5ാം ക്ലാസ്സിലെ സയൻസ്, സോഷ്യൽ സയൻസ് എന്നിവയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 4ാമത്തെ ചാപ്റ്റർ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ രാമേശ്വരം എലിമെൻ്ററി സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം പുതിയ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നു. ഒരു മുസ്ലിം ആണെന്ന് തിരിച്ചറിയും വിധം തൊപ്പി ധരിച്ചിരുന്ന ഞാൻ മുൻനിരയിൽ പൂണൂലിട്ട രാമനാഥ ശാസ്ത്രിയുടെ തൊട്ടടുത്താണ് പതിവായി ഇരുന്നിരുന്നത്. ഹൈന്ദവ പുരോഹിതൻ്റെ പുത്രൻ മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ ആ അധ്യാപകന് കഴിഞ്ഞില്ല. താൻ മനസ്സിലാക്കിയിരുന്ന സാമൂഹിക ക്രമം അനുസരിച്ച് എന്നോട് എഴുന്നേറ്റ് പോയി പിൻനിരയിലിരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എനിക്ക് വലിയ ദുഃഖം തോന്നി. രാമനാഥ ശാസ്ത്രിയും സങ്കടപ്പെട്ടു. പിൻനിരയിലെ ഇരിപ്പിടത്തിലേക്ക് ഞാൻ മാറിയപ്പോൾ വിതുമ്പിക്കരയുന്ന അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ മായാത്ത മുദ്രയായി. സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഇരുവരും മാതാപിതാക്കളോട് ഈ സംഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ലക്ഷ്മണ ശാസ്ത്രി ആ അധ്യാപകനെ വിളിപ്പിച്ചു. എന്നിട്ട് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുതെന്ന് പറയുകയുണ്ടായി. തൻ്റെ തെറ്റായ പ്രവൃത്തിയിൽ ആ അധ്യാപകൻ ഖേദിച്ചെന്ന് മാത്രമല്ല, ലക്ഷ്മണ ശാസ്ത്രി നൽകിയ ശക്തമായ സന്ദേശത്തിൻ്റെ ചൈതന്യം വഴി ആത്യന്തികമായി പരിവർത്തനപ്പെടുകയുമുണ്ടായി. അപ്പോൾ നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്ന ആ ഒരു കൃതിയിൽ നിന്ന് എടുത്തതാണ് നമ്മളിവിടെ വായിച്ച ഭാഗമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും ആ ഒരു രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കുട്ടിക്കാലത്തെ അനുഭവമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലനിന്നിരുന്നു എന്നാണ് APJ അബ്ദുൽ കലാമിൻ്റെ ഈ അനുഭവം സൂചിപ്പിക്കുന്നത്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അനീതി എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. മുൻവിധിയോടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു അക്കാലത്ത് എന്താണ് മുൻവിധിയോടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതി, മതം, വർഗം എന്നിവയുടെ പേരിൽ എന്ത് ചെയ്തിരുന്നു? ഒഴിവാക്കിയിരുന്നു. കഴിവുകൾ ഉണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങളും നിഷേധിക്കുക, അവസരങ്ങൾ ഉണ്ടായിട്ടും നൽകാതിരിക്കുക, വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രവൃത്തികളിലൂടെയും ചില സാമൂഹിക വിഭാഗങ്ങളെ അരികുകളിലേക്കാക്കിയിരുന്നു. അപ്പോൾ നമ്മൾ ആ വാക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ്? കഴിവുണ്ടെങ്കിലും എന്ത് കൊടുക്കത്തില്ല, അവർക്ക് അത് നിഷേധിക്കുന്ന ഒരു അവസ്ഥ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സാമൂഹിക നീതി നേടിയെടുക്കുന്നതിനായി നേതൃത്വം നൽകിയ പ്രധാന വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ സാമൂഹിക അനീതികളൊക്കെ നിലനിന്നപ്പോൾ സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന സാമൂഹിക അനീതികളെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹിക നേതാക്കൾ അല്ലെങ്കിൽ പ്രധാന വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ്? അരിക്, വശം,
പാർശ്വം എന്നൊക്കെയുള്ള പദങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ളതല്ലേ? എന്തെല്ലാം അർത്ഥത്തിലാണ് ഈ വാക്കുകൾ സാധാരണയായി ഉപയോഗിക്കുന്നത്? തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയെ ആണ് അരികുവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. സമൂഹത്തിൽ അരികുവൽക്കരണം നടക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അരികുവൽക്കരണം നടക്കുന്നതിന് പല കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ഒരു ഭൂകമ്പത്തിലൂടെ എല്ലാം ഇടിഞ്ഞു പോയ ഒരു ചിത്രമാണ്. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, പിന്നെന്താണ് ഉരുൾപൊട്ടൽ, സുനാമി പോലുള്ള കുറേ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചിത്രങ്ങൾ നിരീക്ഷിച്ചല്ലോ. അപ്പോൾ ഈ ചിത്രങ്ങളിൽ കാണുന്ന അവസ്ഥകൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ്? പ്രകൃതിക്ഷോഭങ്ങൾ, അതുപോലെ ഉരുൾപൊട്ടൽ, പിന്നെന്താണ് സുനാമി, അങ്ങനെയുള്ള കാരണങ്ങൾ, ഭൂചലനം, ഇതൊക്കെയാണ് നമ്മളിവിടെ കണ്ടത്. പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു. അപ്പോൾ എങ്ങനെയാണ്? പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു. അപ്പോൾ അരികുവൽക്കരണം നമ്മൾ പറഞ്ഞു, നമ്മൾ തുല്യനീതി നൽകാതെ, അതായത് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന, തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പഠിച്ചത്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ അരികുവൽക്കരണം ഉണ്ടാകുന്നത്? പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് അരികുവൽക്കരണം ഉണ്ടാകാം. മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ കൊണ്ട് എന്തുണ്ടാകുന്നുണ്ട്? സ്വന്തമായിട്ട് വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു. വെള്ളപ്പൊക്കം, അതുപോലെ ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞതിൽ എന്തൊക്കെയാണ്? പ്രകൃതിക്ഷോഭങ്ങൾ വഴിയും, വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും, യുദ്ധം, അതുപോലെ അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും എന്തുണ്ടാകുന്നുണ്ട്? അരികുവൽക്കരണം സംഭവിക്കുന്നു. ജാതിമത ഗോത്ര ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി അരികുവൽക്കരണം സംഭവിക്കുന്നു. അപ്പോൾ ചിലത് ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഗോത്രങ്ങളുടെ, അതുപോലെ ലിംഗ ആൺ പെൺ വ്യത്യാസം, ഈ പദവികളിലെ വ്യത്യാസത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി അരികുവൽക്കരണം സംഭവിക്കുന്നു. വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് ഇതിനുദാഹരണമാണ്. അപ്പോൾ അരികുവൽക്കരണത്തിൻ്റെ മറ്റു കാരണങ്ങൾ കണ്ടെത്തി വിവിധ തരം അരികുവൽക്കരണത്തെക്കുറിച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത് കുട്ടികൾക്കുള്ള ഒരു പഠനമാണ്. ഇനി ചർച്ചാ സൂചകങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഒഴിവാക്കൽ, പ്രകൃതി ദുരന്തങ്ങൾ, കുടിയൊഴിപ്പിക്കൽ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ, ഇതൊക്കെ എന്തിന് കാരണമാകുന്നു? അരികുവൽക്കരണത്തിന് കാരണമാകുന്നു. ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നത്? അപ്പോൾ അരികുവൽക്കരണം നേരിടുന്നത് ആരൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇന്നും കാണുന്നതാണ് അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്ത്രീകൾ, അതുപോലെ ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, ഗോത്രവിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ തുടങ്ങിയവർ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ അരികുവൽക്കരണം നേരിടുന്നവരിൽ ഉൾപ്പെടുന്നവർ ചോദിക്കുമോ, അല്ലെങ്കിൽ ഉൾപ്പെടാത്തവർ ആരൊക്കെയെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്നവരിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? സ്ത്രീകൾ,
ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, ഗോത്രവിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ തുടങ്ങിയവർ ഇതിന് ഉദാഹരണമാണ്. ഇതിൽ ഓരോ വിഭാഗത്തിനും അരികുവൽക്കരണത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ വലിയ ചരിത്രമുണ്ട്. അപ്പോൾ നമുക്കറിയാം ഓരോ വിഭാഗവും എന്ത് ചെയ്തിട്ടുണ്ട്, അരികുവൽക്കരണത്തിൻ്റെ ആ ഒരു പോരാട്ടത്തിൻ്റെ വലിയ ചരിത്രമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട അടുത്ത ഒരു സംഭവമാണ് നമ്മൾ പഠിക്കുന്നത്. ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. അപ്പോൾ ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ അയ്യങ്കാളിയുടെ ചിത്രം തന്നിട്ടുണ്ട്. മഹാത്മാ അയ്യങ്കാളി. തിരുവനന്തപുരം ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ എന്നറിയപ്പെടും. കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെൻറ് UPSലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത്. അപ്പോൾ അയ്യങ്കാളി സമരത്തിന് തുടക്കം കുറിച്ചത് എന്താണ്, നമ്മുടെ ഊരൂട്ടമ്പലം ഗവൺമെൻറ് UPSലായിരുന്നു. അത് ആദ്യം എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നത്, അതൊരു കുടിപ്പള്ളിക്കൂടമായിരുന്നു. നമ്മുടെ എന്താണ് ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ എന്നറിയപ്പെടുന്ന സ്കൂൾ ഏതാണ്, ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂളാണ്. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈപിടിച്ച് അയ്യങ്കാളിയെ സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. അപ്പോൾ പഞ്ചമി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി എന്താണ്, ഒരു ദളിത് ബാലികയായിരുന്നു. സ്കൂളിൽ പഠിക്കാൻ ഈ കാലഘട്ടത്തിൽ ദളിതർക്ക് സ്കൂളിൽ പഠിക്കാനുള്ള അവകാശം നിഷേധിച്ചിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, നമ്മുടെ പഞ്ചമിയുടെ കയ്യും പിടിച്ച് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയതിൻ്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീവച്ചു. അപ്പോൾ പഞ്ചമി സ്കൂളിലോട്ട് കയറിയതിൻ്റെ ഭാഗമായി ജന്മിമാർ എന്ത് ചെയ്തു, സ്കൂളിന് തീവച്ചു. പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം. അപ്പോൾ പഞ്ചമി ഇരുന്ന സ്കൂളും അതിൻ്റെ കത്തിയ ഭാഗങ്ങളും ഒക്കെ ഇപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, സ്കൂളിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിലെ വാർത്ത ശ്രദ്ധിച്ചല്ലോ. താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായി വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് ഉയർന്ന തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുവാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു. അപ്പോൾ നമ്മുടെ മഹാത്മാ അയ്യങ്കാളി എന്ത് ചെയ്തു, താഴ്ന്ന ജാതിയിൽ എന്ന് കരുതപ്പെട്ടവർക്ക് അന്നൊക്കെ ചരിത്രപരമായി വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുവാൻ നമ്മുടെ അയ്യങ്കാളി എന്ത് ചെയ്തു, പരിശ്രമിച്ചു. വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധിയാണെന്ന് ആര് തിരിച്ചറിഞ്ഞു, അയ്യങ്കാളി തിരിച്ചറിഞ്ഞു. അപ്പോൾ അതുവഴിയാണ് അദ്ദേഹം തൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അരികുവൽക്കരണത്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി നടത്തിയ സമരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്ന കാലമായിരുന്നു മുമ്പ് നിലനിന്നിരുന്നത്. അപ്പോൾ മുമ്പ് കാലത്ത് എന്താണ്, ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ കയറാൻ പറ്റില്ല, പൊതുവഴിയിൽ നടക്കാൻ പറ്റില്ല, നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്ന കാലമായിരുന്നു മുമ്പ് നിലനിന്നിരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ, അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നത്, അടിസ്ഥാന സൗകര്യങ്ങൾ നൽകിയിരുന്നില്ല, അവർക്ക് അന്തസ്സുണ്ടായിരുന്നില്ല, തുല്യത ഉണ്ടായിരുന്നില്ല, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം ഇവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. അപ്പോൾ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണെന്ന് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാൻ
വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നതായിരുന്നു അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല മഹത് വ്യക്തികളുടെയും നിലപാട്. അപ്പോൾ അരികുവൽക്കരണം എന്നതാണ് ഇതിനെല്ലാത്തിനും കാരണം. അതിനെന്താണ് വേണ്ടത്? വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നാണ് അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല മഹത് വ്യക്തികളും വിധിച്ചത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവും മറ്റ് നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി. അപ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നത് ആരുടെ മഹത് വചനമാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ വചനമാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നത്. അപ്പോൾ ആധുനിക വിദ്യാഭ്യാസത്തിന് ഇവരുടെയൊക്കെ ഈ സന്ദേശങ്ങൾ വളരെയധികം പ്രചാരം നൽകി. അരികുവൽക്കരണത്തെ എതിർത്തവരാണ് നമ്മൾ താഴെ പറയുന്ന കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ ഇതിനുദാഹരണമാണ്. അപ്പോൾ ഇവിടെ നിരവധി വ്യക്തികളുടെ പേരുകൾ തന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? നമ്മൾ പറഞ്ഞ അരികുവൽക്കരണത്തിനെതിരെ പോരാടിയ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളാണ് നമ്മളിവിടെ പറഞ്ഞ ആരൊക്കെയാണ്? ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, അതുപോലെ ആരെയാണ്? ദാക്ഷായണി വേലായുധൻ. ഇവരൊക്കെ അരികുവൽക്കരണത്തിനെതിരെ പോരാടിയ സാമൂഹിക പരിഷ്കർത്താക്കളാണ്. അടുത്ത് നമ്മൾ പറയുന്നത് ജ്യോതിറാവു ഫുലെ കുറിച്ചാണ്. 1827-നും 1890-നും ഇടയ്ക്ക് ജീവിച്ചിരുന്ന മഹത് വ്യക്തിയാണ് ജ്യോതിറാവു ഫുലെ. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. അപ്പോൾ ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് എന്ത്? ദളിത് എന്ന് പറയുന്നത്. സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവു ഫുലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. അപ്പോൾ ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? നമ്മുടെ സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവു ഫുലെയാണ് ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫുലെ സ്ഥാപിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ജ്യോതിറാവു ഫുലെ നമ്മൾ പറഞ്ഞു 1827-നും 1890-നും ഇടയിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ജ്യോതിറാവു ഫുലെ. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെയാണ് അദ്ദേഹം എന്തെന്ന് വിശേഷിപ്പിച്ചത്? ദളിത് എന്ന് പറയുന്നത്. അപ്പോൾ ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. അദ്ദേഹം സ്ത്രീകളുടെയും ദളിതരുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്ത് ചെയ്തു? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. അടുത്ത് നമ്മൾ പറയുന്നത് സാവിത്രിബായ് ഫുലെ. രണ്ടാമത്തെ വ്യക്തിത്വമാണ് സാവിത്രിബായ് ഫുലെ. 1831-നും 1897-നും ഇടയിൽ ജീവിച്ചിരുന്ന മഹത് വ്യക്തിയാണ് സാവിത്രിബായ് ഫുലെ എന്ന് പറയുന്നത്. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു നമ്മുടെ സാവിത്രിബായ് ഫുലെ എന്ന് പറയുന്നത്. അപ്പോൾ പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച വിദ്യാലയമാണ് എവിടെയാണ് സ്ഥാപിച്ചത്? പൂനെയിലാണ് സ്ഥാപിച്ചത്. ഇതിലെ പ്രധാന അധ്യാപികയാണ് സാവിത്രിബായ് ഫുലെ. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചു. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണ്? കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാലകൾ സ്ഥാപിച്ചതാരാണ്? സാവിത്രിബായ് ഫുലെയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിബായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്ത്രീകൾക്കായിട്ട് ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച ഈ പൂനെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ നമ്മുടെ സാവിത്രിബായ് ഫുലെയാണ്. അപ്പോൾ ഇവർ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് സമഗ്രമായിട്ട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഈ സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ എന്തായിട്ട് പുനർനാമകരണം ചെയ്തു? സാവിത്രിബായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു.
അടുത്ത നമ്മൾ പറയുന്നത് പെരിയാർ ഇ.വി. രാമസ്വാമി നായ്ക്കരെ കുറിച്ചാണ്. പെരിയാർ എന്നും പെരിയോർ എന്നും പറയും. അപ്പോൾ ഇ.വി. രാമസ്വാമി നായ്ക്കർ 1879 1973 ഇടയിൽ ജീവിച്ചിരുന്ന ആളാണ് പെരിയാർ ഇ.വി. രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്നത്. അപ്പോൾ 1879 1973 അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമരനായകരിൽ ഒരാളുമാണ് നമ്മുടെ പെരിയോർ ഇ.വി. രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഏത് പ്രസ്ഥാനമാണ് സ്ഥാപിച്ചത്? സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ആര്? പെരിയോർ ഇ.വി. രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്നത്. സ്വാഭിമാന പ്രസ്ഥാനം ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമരനായകരിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത്? പെരിയോർ ഇ.വി. രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്നത്. സാമൂഹിക പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിലൂന്നിയുള്ള സാമൂഹിക വിവേചനത്തിനെതിരെ നിലകൊണ്ടു. അപ്പോൾ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ, ബ്രാഹ്മണ ആധിപത്യത്തിലൂന്നിയുള്ള സാമൂഹിക വിവേചനത്തിനെതിരെ നിലകൊണ്ട വ്യക്തിത്വമാണ് ആര്? നമ്മുടെ പെരിയോർ ഇ.വി. രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്നത്. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു പെരിയാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തിത്വമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ പെരിയാർ രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ്? സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ആര്? നമ്മുടെ പെരിയാർ രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമരനായകരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഏത് മേഖലയാണ്? സാമൂഹിക പരിഷ്കർത്താവെന്ന നിലയിൽ അദ്ദേഹം ബ്രാഹ്മണ ആധിപത്യത്തിലൂന്നിയുള്ള സാമൂഹിക വിവേചനത്തിനെതിരെയാണ് പോരാടിയത്. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും അതിനുവേണ്ടി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു ആര്? നമ്മുടെ പെരിയാർ രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്നത്. ദളിതരെ പോലെ തന്നെ സാമൂഹികമായ അരികുവൽക്കരണം നേരിടേണ്ടി വന്ന മറ്റൊരു വിഭാഗമാണ് ഗോത്ര ജനത. അപ്പോൾ നമ്മൾ ദളിതരെ പോലെ മാറ്റി നിർത്തപ്പെട്ട മറ്റൊരു വിഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഗോത്ര ജനത എന്ന് പറയുന്നത്. ഇവരും അരികുവൽക്കരണം നേരിടേണ്ടി വന്ന ഒരു വിഭാഗമാണ്. പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീനകാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഗോത്ര ജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഗോത്രവർഗക്കാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുന്നു, അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. അവർ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുന്നവരാണ്. അപ്പോൾ ഗോത്ര ജനത എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ തനത് ജീവിത രീതിയുണ്ട്, അവരുടെ സ്വന്തം ജീവിത രീതിയുണ്ട്, അവരുടെ സാംസ്കാരിക മൂല്യങ്ങളൊക്കെ പിന്തുടരുന്ന ആളുകളാണ് ഗോത്ര ജനത എന്ന് പറയുന്നത്. ഗോത്ര ജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളെക്കാൾ പൊതുസമൂഹത്തിൽ സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. അപ്പോൾ ഗോത്ര ജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളെക്കാൾ നമ്മുടെ പൊതുസമൂഹത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണ അധികാരം ഉണ്ടായിരുന്ന ഗോത്ര ജനതയ്ക്ക് ആ അധികാരം ക്രമേണ നഷ്ടമായി. അപ്പോൾ ഗോത്ര ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണ അധികാരം ആർക്കായിരുന്നു? ഗോത്ര ജനതയ്ക്കായിരുന്നു. പക്ഷേ ക്രമേണ ഇതെന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അതുമൂലമാണ് ഈ സാമൂഹിക വിഭാഗം അരികുവൽക്കരിക്കപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെയാണ് അവരും എന്ത് ചെയ്തത്? അരികുവൽക്കരണത്തിലേക്ക് എത്തപ്പെട്ടത്. അടുത്ത് നമ്മൾ പറയുന്നു വെറിയർ എൽവിൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. 1902 ജനിച്ചു. 1964 വരെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് ആര്? വെറിയർ എൽവിൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് വെറിയർ എൽവിൻ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് ആര്? വെറിയർ എൽവിൻ. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായി സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ്
ഏത് ആര് നമ്മുടെ വെറിയർ എൽവിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗോത്ര മനുഷ്യരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് വെറിയർ എൽവിൻ എന്ന് പറയുന്നത്. അദ്ദേഹം ആരായിരുന്നു? ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് നമ്മുടെ വെറിയർ എൽവിൻ എന്ന് പറയുന്നത്. സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ്, കല, സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളിലായി നിലനിന്നിരുന്നു. അപ്പോൾ സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ്, കല, സംസ്കാരം എന്തൊക്കെയാണ്? അറിവ്, കല, സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളിലായി നിലനിന്നിരുന്നു. എന്നാൽ കല, ഭാഷ, സാഹിത്യം, വൈദ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞു നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായി ഉള്ളവരാണ് ഗോത്ര ജനത. തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗക്കാരുണ്ട്. അപ്പോൾ നമുക്കറിയാം സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ്, കല, സംസ്കാരം ഇതിനൊക്കെയാണ് ആളുകൾ എന്ത് ചെയ്തിരുന്നത്? സമൂഹത്തിൽ പ്രാധാന്യം നൽകിയിരുന്നത്. എന്നാൽ ഇത് മാത്രമല്ല, കല, ഭാഷ, സാഹിത്യം, വൈദ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞ് ജീവിച്ചവരാണ് ഗോത്രവർഗക്കാർ. ഇവർക്ക് മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായിട്ട് ഉണ്ട്. തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി വർഗ വിഭാഗങ്ങളും ഉണ്ടായിരുന്നു. ഇനി അടുത്ത വ്യക്തിത്വമാണ് ആരാണ്? ഡോക്ടർ എ അയ്യപ്പൻ. ഡോക്ടർ എ അയ്യപ്പൻ 1905 1988 ആണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അപ്പോൾ ഡോക്ടർ എ അയ്യപ്പൻ 1905 ജനിക്കുന്നു, അതുപോലെ 1988 മരിക്കുന്നു. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും എടുത്തെടുത്ത് പറയുന്നത്. ചിലപ്പോൾ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഇതൊക്കെ PSCയുടെ ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ച് ഇതെല്ലാം ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഡോക്ടർ എ അയ്യപ്പനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. തൃശ്ശൂർ ജില്ലയിലെ പവറട്ടിയിൽ 1905 ഫെബ്രുവരി 5 അയ്യപ്പൻ്റെ ജനനം. അപ്പോൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ്? തൃശ്ശൂർ ജില്ലയിലെ പവറട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് 1905 ഫെബ്രുവരി 5 ആര് ജനിക്കുന്നത്? അയ്യപ്പൻ ജനിക്കുന്നത്. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച് പ്രമുഖ നരവംശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അപ്പോൾ ഇന്ത്യൻ സംസ്കാരങ്ങളെയൊക്കെ കുറിച്ച് പഠിച്ച നരവംശാസ്ത്രജ്ഞനാണ് ആര്? നമ്മുടെ അയ്യപ്പൻ എന്ന് പറയുന്നത് ഡോക്ടർ എ അയ്യപ്പൻ. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് മലിനോവിസ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി. അപ്പോൾ അദ്ദേഹം എവിടെയാണ്? ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് മലിനോവിസ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി. അപ്പോൾ നമ്മൾ ഈ രണ്ട് പേരുകൾ ഓർത്ത് വയ്ക്കാനായിട്ട് ഞാനൊരു ചെറിയ കോഡ് പറയാം. നമ്മൾ ഈ റെയ്മണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡയമണ്ടായിട്ട് ആലോചിക്കുക. ഈ റെയ്മണ്ട് അല്ലെങ്കിൽ ഡയമണ്ടൊക്കെ മലിനമായ എന്തെങ്കിലും വസ്തുവിൽ വീണ് കഴിഞ്ഞാൽ നമ്മളത് എടുക്കും അല്ലേ? എന്നുവെച്ചാൽ അതിനൊക്കെ എന്താണ്? സാമ്പത്തികമായിട്ട് നല്ല മൂല്യമുള്ള വസ്തുക്കളാണ്. അപ്പം നമ്മുടെ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് മലിനോവിസ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ആര്? ഡോക്ടർ എ അയ്യപ്പൻ. അപ്പോൾ അതും എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു തൃശ്ശൂർ ജില്ലയിലെ പവറട്ടിയിൽ ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഡോക്ടർ എ അയ്യപ്പൻ 1905 ഫെബ്രുവരി 5 ജനിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ സംസ്കാരങ്ങളെയൊക്കെ കുറിച്ച് പഠിച്ച നല്ലൊരു നരവംശാസ്ത്രജ്ഞനാണ് അദ്ദേഹം പഠനം നടത്തിയത് എവിടെയാണ്? ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് മലിനോവിസ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിൻ്റെയും കീഴിലാണ് അദ്ദേഹം ഗവേഷണ പഠനം പൂർത്തിയാക്കിയത്. അപ്പോൾ കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ച് പഠനം നടത്തി അതിൽ സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ആര്? ഡോക്ടർ എ അയ്യപ്പൻ. ഇനി നമ്മൾ പറയുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതയായ ഒരു വ്യക്തിയാണ്. ആരാണ്? നഞ്ചിയമ്മ. നമ്മളെല്ലാവരും ഇവരുടെ പാട്ട് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവത്തില്ല. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ
ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2020 നമ്മുടെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച അത് ആർക്കാണ്? നഞ്ചിയമ്മയ്ക്കാണ്. നഞ്ചിയമ്മയുടെ സ്വദേശം എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗമാണ്. ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കാണ് നമ്മുടെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2020 ലഭിച്ചത്. ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെയാളാണ് നഞ്ചിയമ്മ. അപ്പോൾ നഞ്ചിയമ്മയുടെ പ്രത്യേകത എന്താണ്? ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന അതായത് നമ്മുടെ ദേശീയ മികച്ച ഗായിക, ദേശീയ ചലച്ചിത്ര പുരസ്കാരം, ഗായികയ്ക്കുള്ള ചലച്ചിത്ര പുരസ്കാരം നേടുന്ന ആദ്യ വനിത ആണ് ആര്? അല്ലെങ്കിൽ ആദ്യത്തെ ആളാണ് ആര്? നഞ്ചിയമ്മ. ഇനി ഇവർക്ക് ആ ഗാനം, ഇവർ പാടിയ ആ ഗാനം ഏതായിരുന്നു? കളക്കാത്ത സന്തനമേറെ വെഗുവോക പൂത്തിറിക്കോ എന്ന് തുടങ്ങുന്ന ഗാനമാണ് നഞ്ചിയമ്മ ആലപിച്ചത്. അപ്പോൾ ഈ ഗാനത്തിനാണ് നഞ്ചിയമ്മയ്ക്ക് എന്ത് കിട്ടിയത്? നമ്മുടെ 2020 ദേശീയ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മ ഏറ്റുവാങ്ങുന്ന ചിത്രം കൂടി ഇവിടെ തന്നിട്ടുണ്ട്. വൈവിധ്യമാർന്ന വാദ്യോപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നതിനുള്ള ശേഷിയും അവർക്കുണ്ട്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണ്? വൈവിധ്യമാർന്ന വാദ്യോപകരണങ്ങൾ നിർമ്മിച്ച് അവ ഉപയോഗിക്കുന്നതിനുള്ള ശേഷിയും അവർക്കുണ്ട്. ഗോത്ര ജീവിതവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളാണ് ഇനി ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഗോത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് അവരുടെ വൈഭവങ്ങൾക്കുള്ള ചില മികച്ച ഉദാഹരണം ഇവിടെ താഴെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ പ്രധാനപ്പെട്ടതാണ് ഏതാണ്? ഒന്നാമത്തത് ഈ തന്നിരിക്കുന്ന ഇതാണ് പെറേ എന്ന് പറയുന്ന സംഭവം. പെറേ. ഇനി ഇതാണ് തുടി. തുടി കൊട്ടുക എന്നൊക്കെ പറയത്തില്ലേ? ഇതാണ് തുടി. ഇനി എന്താണ് ഇവിടെ? നാട്ടിപ്പണി. നാട്ടിപ്പണി എന്ന് പറയുമ്പോൾ നമ്മൾ വയലിൽ ഞാറ് നടുന്നു, അതിനെയാണ് നാട്ടിപ്പണി എന്ന് പറയുന്നത്. നാട്ടിപ്പണി. ഇതുപോലെ എന്താണ്? ദവിൽ. ഇതാണ് ദവിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഗോത്ര വിഭാഗവുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണ്. സ്വന്തം ഭൂമിമേലുള്ള ഇവരുടെ അവകാശം, വിദ്യാഭ്യാസ അവസരങ്ങൾ, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിന് ഉതകുന്ന ക്ഷേമ പദ്ധതികളും അനന്തര നടപടികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. അപ്പോൾ ഇപ്പം നമുക്കറിയാം ഗോത്ര ജനതയുടെ അവരെ ഉന്നതിയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി ക്ഷേമ പദ്ധതികൾ നമ്മുടെ സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ പദ്ധതികളും ക്ഷേമ പദ്ധതികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നടത്തി വരുന്നുണ്ട്. സ്വന്തം ഭൂമിയിലുള്ള അവരുടെ അവകാശം, അതുപോലെ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പോഷകാഹാര ലഭ്യത ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിനാണ് ഈ ക്ഷേമ പദ്ധതികൾ ഗവൺമെൻറ് നൽകുന്നത്. പദവിയുമായി ബന്ധപ്പെട്ട് അരികുവൽക്കരണം സംഭവിച്ച ഒരു സാമൂഹിക വിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഇപ്പോഴും സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെ ഒരുപാട് ലൈംഗിക ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ പദവിയുമായി ബന്ധപ്പെട്ട് അരികുവൽക്കരണം സംഭവിച്ച ഒരു സാമൂഹിക വിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന അനുഭവക്കുറിപ്പ് വായിക്കൂ. അപ്പോൾ ഇവിടെ ഒരു അനുഭവക്കുറിപ്പാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അക്കാലത്ത് നാടകത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടുമായിരുന്നില്ല. സ്ത്രീകൾ അഭിനയ രംഗത്തേക്ക് വരുന്നത് മോശമാണെന്നായിരുന്നു സമൂഹം വിശ്വസിച്ചിരുന്നത്. ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു. വടക്കേ മലബാറിൽ പല ഭാഗത്തും ഞങ്ങൾ നാടകം കളിക്കാൻ പോയിട്ടുണ്ട്. മുക്കത്ത് നാടകം കളിക്കുമ്പോഴാണ് എനിക്ക് കല്ലേർ കിട്ടുന്നത്. നാടകത്തിൻ്റെ ഡയലോഗ് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഒരു കല്ല് വന്ന് എൻ്റെ മുഖത്ത് പതിച്ചു. ഞാൻ പതറിയില്ല. എൻ്റെ വായിലൂടെ രക്തമൊഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒറ്റ ഡയലോഗ് പോലും തെറ്റുകയോ മറക്കുകയോ ചെയ്യാതെ നാടകം പൂർത്തിയാക്കി. മഞ്ചേരിയിൽ മേലാക്കത്ത് നാടകം കളിക്കുമ്പോൾ വേദിയിൽ വച്ച് തന്നെ എന്നെ വധിക്കാനുള്ള ശ്രമം നടന്നു. ഒരു പക്ഷേ ഒരു അഭിനേതാവിനും ഇത്തരം അനുഭവം ഉണ്ടാകാനിടയില്ല. നാടകം ഏതാണ്ട് പകുതി എത്തിയപ്പോൾ എൻ്റെ തല ലക്ഷ്യമാക്കി ഒരു വെടിയുണ്ട ചീറിപ്പാഞ്ഞു വന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ ഡയലോഗ് പറഞ്ഞു. തല തിരിച്ചതിനാൽ അതെൻ്റെ തലയിൽ കയറിയില്ല. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരം പ്രതിസന്ധികളൊന്നും ഞങ്ങളെ തളർത്തിയില്ല.
അങ്ങനെയൊന്നും ആയിഷയെ തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് നമ്മുടെ നിലമ്പൂർ ആയിഷയാണ് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. നിലമ്പൂർ ആയിഷ അവരുടെ ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന കൃതിയിൽ നിന്ന് എടുത്ത കുറച്ച് വരികളാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ നിലമ്പൂർ ആയിഷയുടെ കൃതിയുടെ പേരെന്താണ്? അതാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നത് ആരുടെ കൃതിയാണ്? നിലമ്പൂർ ആയിഷയുടെ കൃതിയാണ്. അപ്പോൾ അരങ്ങിൽ അവർ അനുഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ അറിയപ്പെടുന്ന നാടക സിനിമാ പ്രവർത്തകയായ നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പിൽ നിന്നുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചത്. അവർക്ക് എന്തെല്ലാം വെല്ലുവിളികളാണ് സമൂഹത്തിൽ നിന്നും നേരിടേണ്ടി വന്നത്? കാരണമെന്ത്? അപ്പോൾ സ്ത്രീകൾ കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് വിലക്കപ്പെട്ട ഒരു കാലം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. കലയിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ പല മേഖലകളിലും സ്ത്രീ ആയതുകൊണ്ട് മാത്രം അരികുവൽക്കരിക്കപ്പെടുകയും തുല്യ അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. കലാമേഖല, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, ഗാർഹിക ഇടങ്ങൾ എന്നിവിടങ്ങളിൽ അവർ താഴ്ന്ന പദവി മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ പറയുന്നത് പണ്ഡിത രമാബായിയെക്കുറിച്ചാണ്. പണ്ഡിത രമാബായി 1858നും 1922നും ഇടയിൽ ജനിച്ച വ്യക്തിത്വമാണ് പണ്ഡിത രമാബായി എന്ന് പറയുന്നത്. 1858 അവർ ജനിക്കുന്നത്. 1922 അന്തരിക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് പണ്ഡിത രമാബായി. അപ്പോൾ 19-ാം നൂറ്റാണ്ടിലെ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് പണ്ഡിത രമാബായി. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. അപ്പോൾ ഇവരുടെ പ്രവർത്തന മേഖല വിധവകളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിച്ച വനിതയാണ് പണ്ഡിത രമാബായി. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെ പഠിക്കുകയും അതിനുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത മഹത് വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? പണ്ഡിത രമാബായി. ഇനി അതുപോലെ തന്നെ ഇവിടെ മറ്റുള്ളവരാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഡോക്ടർ പുന്നൻ ലൂക്കോസ് 1886 1976. അതുപോലെ കെ ജാനകി അമ്മാൾ 1897 1984 വരെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് കെ ജാനകി അമ്മാൾ. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട. അപ്പോൾ നമുക്ക് ഡോക്ടർ പുന്നൻ ലൂക്കോസിനെ കുറിച്ച് നോക്കാം. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി. അപ്പോൾ ഇന്ത്യൻ സർവകലാശാലയിൽ സ്ത്രീകൾക്ക് എന്ത് നൽകിയിരുന്നില്ല? MBBSന് പ്രവേശനം നൽകിയിരുന്നില്ല. അതിനാൽ നമ്മുടെ ഡോക്ടർ പുന്നൻ ലൂക്കോസ് എന്ത് ചെയ്തു? ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ ബിരുദം കരസ്ഥമാക്കി. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. അപ്പോൾ കേരളത്തിലെ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തയായി ആര്? ഡോക്ടർ പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു ഡോക്ടർ പുന്നൻ ലൂക്കോസ്. അപ്പോൾ ഇവരുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBBSന് ബിരുദം കരസ്ഥമാക്കിയ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതയാണ് ആര്? നമ്മുടെ ഡോക്ടർ പുന്നൻ ലൂക്കോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു ആര്? ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഇനി അതുപോലെ നമ്മൾ പറയുന്ന ആളാണ് കെ ജാനകി അമ്മാൾ. കെ ജാനകി അമ്മാൾ എന്താണെന്ന് നോക്കാം. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ് കെ ജാനകി അമ്മാൾ. അപ്പോൾ കേരളത്തിൽ എവിടെയാണ്? തലശ്ശേരിയിൽ, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് ജനിച്ചത്. അവർ സസ്യശാസ്ത്രജ്ഞയായിരുന്നു ആര്? നമ്മുടെ ജാനകി അമ്മാൾ. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. എവിടെ? നമ്മുടെ കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ.
അതുപോലെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറലാണ് E.K. ജാനകി അമ്മാൾ. 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. അപ്പോൾ E.K. ജാനകി അമ്മാളിന് പത്മശ്രീ ലഭിച്ചതെന്നാണ് 1977 E.K. ജാനകി അമ്മാളിന് എന്ത് കിട്ടിയത്? പത്മശ്രീ ലഭിച്ചത്. അപ്പോൾ അവരുടെ മേഖല എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു, നല്ല വിശ്വപ്രസിദ്ധമായ ഒരു സസ്യശാസ്ത്രജ്ഞയായിരുന്നു. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അവരെന്ത് ചെയ്തു? അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറലാണ്. അതുപോലെ തന്നെ 1977 അവർക്ക് എന്ത് കിട്ടി? പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ലിംഗപദവി വിവേചനം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് പുറമെ ലിംഗപദവി വിവേചനം അനുഭവിക്കുന്ന മറ്റൊരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ജെൻഡർ വ്യക്തി എന്ന് പറഞ്ഞാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടുന്നു. അപ്പോൾ ഇവരിൽ ആരാണ്? ട്രാൻസ് ജെൻഡർ എന്ന് പറയുന്നതിൽ പുരുഷനും സ്ത്രീയും ഉൾപ്പെടും. ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. അപ്പോൾ ജനന സമയത്ത് അവർക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തിയാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് മറ്റൊരു വിഭാഗമാണ് ന്യൂനപക്ഷം. മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൊത്തം ജനസംഖ്യ എടുക്കുകയാണെങ്കിൽ ഒരു പ്രദേശത്തെ മൊത്തം ജനസംഖ്യ എടുത്താൽ അവിടെ ഏറ്റവും കുറച്ചുള്ള അംഗമാണ് ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗം. അതിനെയാണ് നമ്മൾ ന്യൂനപക്ഷം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ലോകം എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമാകുന്നുണ്ടോ എന്നിവിടെ ചോദിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് ഇച്ഛാശക്തിയുടെ വിജയം. തിരുവനന്തപുരം ഇരുട്ടുപടർന്ന ജീവിതത്തെ നിശ്ചയദാർഢ്യം കൊണ്ട് നേരിട്ട് ക്ലാസ് മുറിയിൽ വെളിച്ചം പരത്തുകയാണ് ഹുസ്നയും ഫെബിയും. ചക്രകസേര ഒരു പരിമിതിയല്ലെന്ന് തെളിയിച്ച് ഷേക്സ്പിയറിനെയും ഷെല്ലിയെയും ഒക്കെ മനോഹരമായി പകർന്നു കൊടുക്കുകയാണ് തിരുവനന്തപുരത്തുകാരിയായ ശാരദാദേവി. ശാരീരികമായ വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിത വിജയം കൈവരിച്ച ഈ 3 അധ്യാപികമാരും ഭിന്നശേഷിക്കാർക്ക് മാതൃകയായിരിക്കുന്നു. അപൂർവ രോഗം ബാധിച്ച് ചക്രകസേരയുടെ സഹായമില്ലാതെ ചലിക്കാനാകാത്ത ശാരദാദേവി പഠനത്തിൽ എന്നും മുൻനിരയിലായിരുന്നു. ഫെബിൻ മറിയം ജോസിന് 17-ാം വയസ്സിലാണ് കാഴ്ച നഷ്ടമായത്. കാഴ്ചയില്ലായ്മ ജീവിത നേട്ടം കൈവരിക്കാൻ തടസ്സമല്ലെന്ന് തെളിയിച്ച ഹെലൻ കെല്ലറാണ് ഫെബിൻ്റെ ഹീറോ. നെടുമങ്ങാട് അഴീക്കോട് സ്വദേശിയായ ഹുസ്നയ്ക്ക് 11 വയസ്സുവരെ കാഴ്ചയുണ്ടായിരുന്നു. കുടുംബത്തിൻ്റെ പിന്തുണയോടെയാണ് പഠനത്തിൽ മിടുക്കികളായ മൂവരും പരിമിതികൾ മറികടന്ന് സർക്കാർ കോളേജുകളിൽ അധ്യാപകരായി സർവീസിൽ പ്രവേശിച്ചത്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന എന്താണ്, ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾക്കുമൊടുവിൽ മികച്ച വിജയം നേടിയവരെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. ശാരീരിക വെല്ലുവിളികൾ അതിജീവിച്ച് ജീവിത വിജയം നേടിയ 3 വ്യക്തികളെ സംബന്ധിച്ച വാർത്തയാണ് നമ്മൾ മുകളിൽ വായിച്ചത്. ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിയുള്ളവർ എന്ന് പറയുന്നത്. അപ്പോൾ ഭിന്നശേഷിയുള്ളവരെന്ന് പറഞ്ഞാൽ എന്താണ്? ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് എന്ത് ചെയ്യുന്നു? നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിയുള്ളവർ. പലതരം ഭിന്നശേഷി വിഭാഗങ്ങളുണ്ട്. ഓരോ വിഭാഗം ഭിന്നശേഷികൾക്കും സംഭവിക്കുന്ന അരികുവൽക്കരണം വ്യത്യസ്ത തരത്തിലാണ്. അപ്പോൾ ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവരും അരികുവൽക്കരണം നേരിടുന്ന വ്യക്തികളാണ്. ശാരീരിക ക്ഷമതയുള്ളവർക്ക് അനുകൂലവും പ്രാപ്യവുമായ രീതിയിലാണ് പൊതുവെ കെട്ടിടങ്ങൾ, സഞ്ചാരമാർഗങ്ങൾ, പുസ്തകങ്ങൾ തുടങ്ങിയവയൊക്കെ രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരം ഇടങ്ങളിൽ പലതരം ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കേണ്ടി വരുന്നത്? ഇത് കുട്ടികൾക്ക് ചർച്ച ചെയ്യാനുള്ളൊരു സംഭവമാണ്. അടുത്ത നമ്മൾ പറയുന്നത്
എന്താണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. അപ്പോൾ ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2016 ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. 2016 ഇത് നിലവിൽ വന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 2016 നിലവിൽ വന്ന എന്താണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം. അടുത്ത് പാരാലിമ്പിക്സ്. ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് 1948 ആരംഭിച്ചത്. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള അത്ലറ്റ് മത്സരങ്ങൾ അവർക്കുള്ള മത്സരമാണ് എന്തെന്ന് പറയുന്നത്? അതായത് അന്താരാഷ്ട്ര കായിക മത്സരമാണ് പാരാലിമ്പിക്സ്. അത് ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾക്ക് മത്സരിക്കുന്നതിന് വേണ്ടി 1948 പാരാലിമ്പിക്സ് നിലവിൽ വന്നത്. വിവേചനം തടയാൻ ഭരണഘടന. ഡോക്ടർ BR അംബേദ്കർ, അദ്ദേഹത്തിൻ്റെ ജനനം 1891 അംബേദ്കർ ജനിക്കുന്നത്. 1956 അദ്ദേഹം എന്ത് ചെയ്യുന്നു? മരണമടയുന്നു. 1891 ജനിച്ച് 1956 അംബേദ്കർ മരണമടയുന്നത്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി. ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ച വ്യക്തി. ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാകുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. ആര്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. അനുച്ഛേദം 14 പറയുന്നതാണ് എന്താണ്? ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്നു. ഏത് പ്രകാരം? അനുച്ഛേദം 15 പ്രകാരം. അപ്പോൾ അനുച്ഛേദം 14 പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 14 പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. അപ്പോൾ എല്ലാവർക്കും തുല്യത എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 പറയുന്നു. അതുപോലെ മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് പറയുന്ന അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15 അല്ലെങ്കിൽ അനുച്ഛേദം 15. എന്തുകൊണ്ടാവാം നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചത്? വിവേചനങ്ങൾ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു. അത് ശരിയാണ്. അപ്പോൾ വിവേചനങ്ങൾ എന്ത് ചെയ്യുന്നു? സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു. അതുപോലെ സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്നു. വളരെ വളരെ ശരിയാണ്. സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കുന്നു. അതുപോലെ ലിംഗസമത്വം നിഷേധിക്കുന്നു. സമൂഹത്തിലെ തരംതിരിവുകൾ, വിവേചനം, മാറ്റി നിർത്തപ്പെടൽ ഇതൊക്കെ ഉണ്ടാകുന്നു. ജാതി വിവേചനത്തിനെതിരെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളും അനുച്ഛേദങ്ങളും ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പട്ടിക വിപുലീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഭരണഘടനാ അനുച്ഛേദം 14, 15 ജാതീയമായ വിവേചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഭരണഘടനാ അനുച്ഛേദം 14 നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ 15 നമ്മൾ പഠിച്ചായിരുന്നു. ഇനി 16, ആർട്ടിക്കിൾ 16 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 16 തുല്യ അവസരം 16 തൊഴിലുകളിൽ തുല്യ അവസരം നൽകുക. അതുപോലെ തന്നെ ചില തൊഴിലുകൾക്കൊക്കെ സംവരണം നൽകുക. ഇതൊക്കെ ആർട്ടിക്കിൾ 16 പറയുന്നതാണ്. തൊഴിലുകൾക്ക് തുല്യ ജോലിക്ക് തുല്യ ശമ്പളം നൽകുക. അതായത് സർക്കാർ ജോലികളിൽ തുല്യ അവസരം നൽകുക. സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസമില്ലാതെ തുല്യ അവസരം നൽകുക. അതുപോലെ തന്നെ സർക്കാർ ജോലികളിൽ സംവരണം നൽകുക എന്നതും ആർട്ടിക്കിൾ 16 പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 17 നമുക്കറിയാം അയിത്തോച്ചാടനം എതിർത്തുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ഗാന്ധിജി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി ആരംഭിക്കുന്ന ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്.
ഇനി നമ്മൾ പറയുന്നു, പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥകൾ, പരിസ്ഥിതി, രാഷ്ട്രീയ, സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയാണ് ചില വിഭാഗങ്ങൾ അരികുവൽക്കരിക്കപ്പെടാൻ കാരണമാകുന്നത്. അപ്പോൾ ചില വിഭാഗങ്ങളുടെ അരികുവൽക്കരണത്തിനുള്ള കാരണം എന്തൊക്കെയാണ്? പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥകൾ, ചില സാമൂഹിക വ്യവസ്ഥകൾ, പരിസ്ഥിതി, രാഷ്ട്രീയ, സാമ്പത്തിക ഘടകങ്ങൾ എന്നിവ ചില വിഭാഗങ്ങൾ അരികുവൽക്കരിക്കപ്പെടാൻ കാരണമാകുന്നു. സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും തുല്യനീതിയുള്ള ജനാധിപത്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും എല്ലാവരെയും പരിഗണിക്കുന്ന സാമൂഹിക അവസ്ഥ അത്യാവശ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തുല്യനീതിയുള്ള ജനാധിപത്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും എല്ലാവരെയും പരിഗണിക്കുന്ന സാമൂഹിക അവസ്ഥ അത്യാവശ്യമാണ്. എല്ലാവരെയും പരിഗണിക്കുന്ന സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ സാമൂഹിക ഘടകങ്ങൾ കണ്ടെത്തി പട്ടിക വിപുലീകരിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും പരിഗണിക്കുന്ന സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ സാമൂഹിക ഘടകങ്ങൾ ഏതൊക്കെയാണ്? തുല്യതയ്ക്ക് വേണ്ടിയുള്ള കൂടുതൽ നയങ്ങൾ കൊണ്ടുവരിക, വിവേചനം തടയാൻ കൂടുതൽ നിയമങ്ങൾ, എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം നൽകൽ, തൊഴിൽ മേഖലകളിൽ തുല്യത ഉറപ്പുവരുത്തൽ, അതുപോലെ നമുക്ക് പറയാം ലിംഗസമത്വം. ഇതൊക്കെ എന്തിനാണ്? ട്രാൻസ്ജെൻഡറുകൾക്കുള്ള സമത്വം നൽകൽ. ഇതൊക്കെ നമുക്ക് സാമൂഹിക തുല്യ പരിഗണന നൽകുന്നതിന് വേണ്ടിയുള്ള സാമൂഹിക ഘടകങ്ങളാണ്. ജനാധിപത്യ ക്രമത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിയാൽ മാത്രമേ അരികുവൽക്കരണം ചെറുക്കപ്പെടുകയും തുല്യനീതി പ്രാപ്യമാവുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുക. എന്നാൽ എന്ത് ചെയ്യാൻ കഴിയും? അരികുവൽക്കരണം ചെറുക്കപ്പെടുകയും തുല്യനീതി പ്രാപ്യമാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത് തുടർ പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജ്യോതിറാവ് ഫുലെ, സാവിത്രിബായി ഫുലെ, പെരിയാർ, അതുപോലെ അംബേദ്കർ തുടങ്ങിയവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് കുട്ടികൾക്കുള്ള പ്രവർത്തനങ്ങളാണിത്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സോഷ്യൽ സയൻസിലെ ന്യൂ സിലബസ് പ്രകാരമുള്ള 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു യജ്ഞം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക, എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ, എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് പരിഗണിക്കുന്നതാണ്. അപ്പോൾ അത് ഉറപ്പായിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.